നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് മോഷൻ ഇൻ മാഗ്നറ്റിക് ഫീൽഡാണ്. അതിൽ രണ്ട് കേസാണ് പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ കേസ് നോക്കാം. ദ ചാർജ് പാർട്ടിക്കിൾ എൻറ്റേഴ്സ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ്, അതായത് വി ഈസ് പെർപെൻഡിക്കുലർ ടു ബി. അപ്പോൾ അതിന്റെ ചിത്രമാണ് ഞാൻ ഇവിടെ വരയ്ക്കാൻ പോണത്. ഇതാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ്. ഇങ്ങനെ ഇട്ട അതിന്റെ അർത്ഥം അത് ഇട്ടത് പേപ്പറാണ്. അതിലൊരു ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന കാണിക്കുകയാണ്. ഒരു ഇലക്ട്രോൺ ഇതാണ്, അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. ഇങ്ങനെ ഇലക്ട്രോൺ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മേലെ എന്തുണ്ടാവും? ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും. ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന, താഴത്തേക്ക് മൂവ് ചെയ്യുന്ന ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്താൽ അതിന്റെ മേലെ വീണ്ടും ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും, ഈ ഡയറക്ഷനിലായിരിക്കും. ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന, ഇടത്തോട്ട് മൂവ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിന്റെ മേലെ വീണ്ടും ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് മുകളിലേക്കായിരിക്കും. അപ്പൊ ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇലക്ട്രോണിന്റെ മേലെ ഫോഴ്സിന്റെ ഭാഗമായിട്ട്, ഇപ്പൊ ഈ 4 ഫോഴ്സാണ് ഇവിടെ വരച്ചിരിക്കുന്നത്, എന്ത് പറ്റും? ആ ഇലക്ട്രോൺ കറങ്ങി തിരിച്ച് അവിടേക്ക് എത്തും. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ, പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇലക്ട്രോൺ മാത്രമല്ല ഏത് ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്താലും അത് സർക്കുലർ മോഷന് വിധേയമാകും. അപ്പൊ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിലെ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, ഒരു സർക്കുലർ ഷേപ്പിൽ വരയ്ക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ 90 ഡിഗ്രിയിൽ ആക്ട് ചെയ്യുന്ന, അതായത് വെലോസിറ്റിക്ക് 90 ഡിഗ്രിയിൽ ആക്ട് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന പാത്താണ് ഇവിടെ വരച്ചിരിക്കുന്നത്. വൈറ്റ് കളറിൽ കാണിച്ചിരിക്കുന്നത് അതിന്റെ സർക്കുലർ പാത്താണ്. അപ്പൊ ഇത്തരത്തിൽ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നതാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് റൊട്ടേഷൻസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര റൊട്ടേഷൻ കൂടി ഉണ്ടാക്കുന്നു അതിന്റെ എണ്ണമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അത് നമ്മൾ ഫ്രീക്വൻസി എന്നാണ് പറയാം. അതോടൊപ്പം തന്നെ ഫ്രീക്വൻസി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ പീരീഡ് നമുക്ക് കിട്ടും. പീരീഡ് എന്താ? ഒരു പ്രാവശ്യം കറങ്ങി വരാനെടുക്കുന്ന സമയത്തെയാണ് നമ്മൾ പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പീരീഡും അതുപോലെ തന്നെ ഇതിന്റെ ഫ്രീക്വൻസിയാണ് നമ്മൾ കാണാൻ പോണത്. ഇവിടെ എന്താണ് സിറ്റുവേഷൻസ്? ഒരു മാഗ്നറ്റിക് ഫീൽഡാണ്. ആ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഇൻടു ദ പേപ്പറാണ്. ആ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇവിടെ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത്. ആ ഇലക്ട്രോൺ അങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, വി ഈസ് പെർപെൻഡിക്കുലർ ടു ബി എന്ന് പറയുന്നുണ്ട്. അതിന്റെ ചിത്രമാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ മേലെ എന്തുണ്ടാകും? ഒരു ഫോഴ്സ് വന്ന് ആ ഫോഴ്സിന്റെ ഭാഗമായിട്ട്, അത് കണ്ടിന്യൂസ് ഫോഴ്സ് ആണ്, ആ ഫോഴ്സിന്റെ ഭാഗമായിട്ട് ഇത് സർക്കുലർ മോഷന് വിധേയമാകുന്നു. ആ സർക്കുലർ മോഷന്റെ പീരീഡും ഫ്രീക്വൻസിയാണ് നമ്മൾ കാണാൻ പോണത്. പിന്നീട് സൈക്ലോട്രോൺ പഠിക്കുന്ന സമയത്ത് ഇതേ പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമ്മൾ സൈക്ലോട്രോണിന്റെ ഇലക്ട്രോൺസിനെ മൂവ് ചെയ്തെടുക്കുന്നുണ്ട്, സൈക്ലോട്രോണിലെ ചാർജ് പാർട്ടിക്കിൾസിനെ മൂവ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ബേസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൂവ്മെന്റ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയർ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്, സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സെന്റിപെറ്റൽ ഫോഴ്സ് വേണം. അപ്പൊ ഏത് സർക്കുലർ മോഷൻ എടുത്താലും അവിടെ സെന്റിപെറ്റൽ ഫോഴ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ വേണ്ടി വരുന്ന സെന്റിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് mv²/r ആണ്. m എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ മാസ് ആണ്, v എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്, r എന്ന് പറയുന്നത് ഇവിടെ റേഡിയസ് ആണ്. അപ്പൊ ഒരു r റേഡിയസിൽ ഒരു ചാർജ് പാർട്ടികൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, m മാസിലെ പാർട്ടികൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വേണ്ട സെന്റിപെറ്റൽ ഫോഴ്സ് mv²/r ആണ്. ഈ സെന്റിപെറ്റൽ ഫോഴ്സ് യഥാർത്ഥത്തിൽ എവിടുന്ന കിട്ടിയത്? ഈ ഇലക്ട്രോൺസ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഉണ്ട്. ഈ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ് ഇവിടെ സെന്റിപെറ്റൽ ഫോഴ്സ് കൊടുത്തത്. അതുകൊണ്ട് നമുക്ക് mv²/r എന്ന് പറയുന്നത് ഈക്വൽ ടു മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണെന്ന് എഴുതാൻ പറ്റും. അപ്പോൾ Q ഇൻറ്റു V ക്രോസ് P എന്നാണ് നമ്മൾ എഴുതുക. ഈ ക്യൂവിന്റെ വാല്യൂ എന്താണ്? ഇവിടെ യഥാർത്ഥത്തിൽ ഇലക്ട്രോൺ ആണല്ലോ. അപ്പൊ ഇലക്ട്രോൺ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്യൂവിന്റെ സ്ഥാനത്ത് നമുക്ക് E എടുക്കാം. പക്ഷെ ഇവിടെ നമ്മൾ എടുക്കുന്ന എക്സാമ്പിൾ, നമ്മൾ പഠിക്കുന്നതിൽ ഇവിടെ ഇലക്ട്രോൺ അല്ല. ഞാൻ ഇവിടെ ഇലക്ട്രോൺ പറയാനുള്ള കാരണം ഇത് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിലാണ്. ഇലക്ട്രോൺ തന്നെയാണെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇലക്ട്രോണിന് തുല്യമായിട്ടോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഏത് പാർട്ടിക്കിൾസിനും ഇവിടെ റൊട്ടേറ്റ് ചെയ്യാം. ഏത് പാർട്ടിക്കിൾസ് വന്നാലും ഇവിടെ സർക്കുലർ മോഷൻ വിധേയമാകും. നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ ആകുമ്പോഴാണ് നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നത് കാണിക്കുന്നത്. ആ സമയത്ത് പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ ആണെങ്കിൽ ഇത് ആന്റി ക്ലോക്ക് വൈസ് മൂവ് ചെയ്യും. അത്രമാത്രം വ്യത്യാസമുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഈ ഡെറിവേഷനിൽ ജനറൽ ആയിട്ട് ഫോമാണ് എടുക്കുന്നത്, Q എന്ന ചാർജ് ആണ് എടുക്കുന്നത്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾസിൽ ഇവിടെ ഇലക്ട്രോൺ ആണ്. പക്ഷെ ഇലക്ട്രോൺ തന്നെ ആവണമെന്നില്ല, ഏത് പാർട്ടിക്കിൾസ് ആവാം. നമുക്ക് ഇതിന് പകരം Q എന്ന ചാർജ് എടുക്കാം. അപ്പോൾ ഇവിടെ പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ ആണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഇറങ്ങും, നെഗറ്റീവിലാണെങ്കിൽ ക്ലോക്ക് വൈസ് ഇതേ കാണിച്ചിരിക്കുന്ന പോലെ കറങ്ങും. അപ്പൊ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇലക്ട്രോൺസ് ആണ് എടുക്കുന്നത്. പക്ഷെ ഡെറിവേഷൻസിൽ
ചാർജ് ക്യൂ ആയിട്ടാണ് എടുക്കുന്നത്. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അത് ജനറൽ ആയിട്ട് നമുക്ക് ഏത് ചാർജ് എടുത്താലും അത് സർക്കുലർ മോഷന് വിധേയമാകും. ഒന്നിലെ ആന്റി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ക്ലോക്ക് വൈസ്. അപ്പോൾ നമുക്ക് mv²r കിട്ടും. ക്യൂവിൻ്റെ v ക്രോസ് b എന്നാണ് ഞാൻ എടുത്തത്. ക്യൂ എന്ന് പറയുന്നത് ഇവിടെ മൂവ് ചെയ്യുന്ന ചാർജാണ്. ബി എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ ഇതിനെ വേണം നമുക്ക് ഇങ്ങനെ എഴുതാം, mv²r qvb sin θ. ഇവിടെ സൈൻ 90 ആണ് വരുന്നത്. കാരണം എന്താണ്, ഇവിടുത്തെ വിയും ബിയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അതായത് ബി പെർപെൻഡിക്കുലർ ടു ബി ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ 90 എന്ന് എഴുതിയത്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ എഴുതാൻ പറ്റും, mv²r qvb എന്ന് എഴുതാം. ഇതിൽ ഇതും ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് r mv/qb എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഈ പാർട്ടിക്കിൾ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന റേഡിയസ് ആണ് നമ്മൾ എഴുതിയത്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺ എടുത്തു. പക്ഷെ നമ്മൾ എടുക്കുന്ന ഇവിടെ ഫോർമുല ഡിറൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇലക്ട്രോൺ എല്ലാം എടുത്ത് ക്യൂ എന്ന ചാർജാണ് എടുത്തത്. അത് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം. അതുകൊണ്ട് അതിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അതെന്തായാലും റൊട്ടേഷന് വിധേയമാകും. അതിൻ്റെ റേഡിയസിൻ്റെ ഫോർമുല ഇതുണ്ട്, കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആംഗുലർ ഫ്രീക്വൻസി കാണാം. ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇതിൻ്റെ ആംഗുലർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റി ഒമേഗ എന്ന് പറയുന്നത് v/r ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ഒമേഗ കിട്ടും v/r. v എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ലീനിയർ വെലോസിറ്റിയാണ്. r എന്ന് പറയുന്നത് ഇതിന് റേഡിയസ് ആണ്. ഇത് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന റേഡിയസ് ആണ്. അപ്പോൾ റേഡിയസിൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, v/r. r എന്ന് പറയുന്നത് mv/qb. ഇതിൽ ഈ വെലോസിറ്റികൾ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് qb/m എന്ന് കിട്ടി. ഒമേഗ എന്ന് പറയുന്നത് നമുക്കറിയാം 2πf ആണെന്ന് നമുക്കറിയാം. 2πf കിട്ടും qb/m എന്ന് കിട്ടി. അപ്പോൾ f കിട്ടും നമുക്ക് എന്ത് എഴുതാൻ പറ്റും, qb/2πm എന്ന് എഴുതാം. ഇത് ഒരു സെക്കൻഡിൽ ഉണ്ടാക്കുന്ന ഫ്രീക്വൻസിയാണ് നമ്മൾ കണ്ടെത്തിയത്. അതിൻ്റെ വാല്യൂ ആണ് f qb/2πm. ഈ ഫോർമുല നമുക്ക് ബൈ ഹാർട്ട് പഠിക്കാം. ഇനി എന്താണ്, പീരീഡ് എന്ന് പറയുന്നത് t എന്ന് പറയുന്നത് 1/f ആണ്. അപ്പോൾ t എന്ന് പറയുന്നത് എന്ത് എഴുതാൻ പറ്റും, 1/qb/2πm. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, t എന്ന് പറയുന്നത് ഇത് മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ 2πm/qb എന്നായി. ഇതാണ് ഒരു പ്രാവശ്യം കറങ്ങാൻ എടുക്കുന്ന സമയം. അപ്പോൾ ഒരു സെക്കൻഡിൽ ഉണ്ടാക്കുന്ന എത്ര റൊട്ടേഷൻസ് ഉണ്ടാക്കുന്നു അതിൻ്റെ എണ്ണം നമ്മൾ കണ്ടെത്തി. അതിലുള്ള ആ എണ്ണം കാണാനുള്ള ഒരു ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്തു. ഒരു പ്രാവശ്യം കറങ്ങാൻ എടുക്കുന്ന സമയത്തിൻ്റെ കണ്ടെത്താനുള്ള ഫോർമുലയും നമ്മൾ ഇവിടെ ഡിറൈവ് ചെയ്തെടുത്തു. അപ്പോൾ ഈ ഫോർമുലയും ബൈ ഹാർട്ട് പഠിക്കണം. ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് റേഡിയസായിട്ട് ബന്ധമില്ല. അതായത് ചെറിയ റേഡിയസിൽ കറങ്ങുന്നതും വലിയ റേഡിയസിൽ കറങ്ങുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ചാർജിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും മാസിനെയും മാത്രമാണ്. അതായത് ഒരു പ്രാവശ്യം കറങ്ങി വരാനെടുക്കുന്ന സമയവും ഫ്രീക്വൻസിയും പീരീഡും ഫ്രീക്വൻസിയും എന്ന് പറയുന്നത് റേഡിയസായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ ഒരു ഡെറിവേഷൻസ് നമ്മൾ വീണ്ടും പഠിക്കും. അത് ഈ ഐഡിയ നമ്മൾ സൈക്ലോട്രോണിൽ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതേമാതിരി സൈക്ലോട്രോൺ ഫ്രീക്വൻസി കാണും. സൈക്ലോട്രോൺ ഫ്രീക്വൻസിയുടെ ഫോർമുല ചോദിച്ചാൽ ഇതേ സെയിം ഫോർമുല തന്നെയാണ്. ഡെറിവേഷൻ ചോദിച്ചാൽ ഇതേ സെയിം ഡെറിവേഷൻ തന്നെയാണ്. അത് വീണ്ടും നമ്മൾ പഠിക്കുന്നതാണ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട കാര്യം, ഒരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൽ ചാർജ് പാർട്ടിക്കിൾ റൊട്ടേഷന് വിധേയമാകും, ഒരു സർക്കുലർ പാത്ത് ഫോം ചെയ്യും എന്നുള്ളതാണ് നിങ്ങളിവിടെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട കാര്യം.